അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട തിരൂരിൻ്റെ MLA സ്വപ്രയത്നത്തിലൂടെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇപ്പോൾ തിരൂരിൻ്റേതായി മാറിക്കഴിഞ്ഞ ശ്രീ മമ്മൂട്ടി അവറുകളെ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള താഴെപ്പാലം ജുമാ മസ്ജിദ് ഖത്തീബ് ഹക്കീം ഫൈസി അവറുകളെ, ഖാലിദ് അൻസാരി ഖത്തീബ് പയ്യനങ്ങാടി അവറുകളെ, ഹംസ മാസ്റ്റർ, മുഹമ്മദ് കുട്ടി അവർകളെ, കോരങ്ങത്ത് ജുമാ മസ്ജിദ് പ്രസിഡന്റ് മൻസൂർ അലി സാഹിബ് അവർകളെ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തിരൂർ കോരങ്ങത്ത് മജ്ലിസ് 2010 ദുബായിൽ വെച്ചിട്ട് കോരങ്ങത്ത് ജുമാ മസ്ജിദ് മഹൽ ഏരിയയിൽ താമസിക്കുന്ന, ദുബായിൽ താമസിക്കുന്ന കുറച്ച് ആളുകളെ, കുറച്ച് യുവാക്കളെ വിളിച്ചൊരു മീറ്റിംഗ് കൂടുമ്പോൾ ഇതിന് പരമപ്രധാനമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സാധാരണ എല്ലാ മഹല്ല് കമ്മിറ്റികളും ചെയ്യുന്നത് പോലെ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തി ഒരുപാട് ആൾക്കാരുടെ അടുത്തുനിന്ന് മാസവരി സംഖ്യയോ അതല്ലെങ്കിൽ റംസാനിലുള്ള സക്കാത്ത്, അതിനപ്പുറത്തേക്കുള്ള സദക്ക, ഈ വക കോൺട്രിബ്യൂഷൻസ് വാങ്ങി ഇല്ലാത്തവർക്ക് കൊടുത്ത് ഒരു ചാരിറ്റി പ്രവർത്തനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല ഇത് തുടങ്ങിയിരുന്നത്. നിങ്ങൾക്കറിയാം, കൊടുക്കുന്നവർ എന്നും കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവർ എന്നും അത് വാങ്ങിക്കുന്നവരുമായിരിക്കും. ഇതിൻ്റെ ഡിസ്റ്റൻസ് എവിടെയും ഒരു തലയിലും തട്ടാതെ അതങ്ങനെ നീണ്ടുപോവുകയാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മാറി ചിന്തകൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ആണ് വന്നത്. മഹല്ല് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സദാചാര മൂല്യം, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സദാചാര മൂല്യം, അതിനെ എതിരായിട്ട് ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ ഇതിന് വേറൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ട് അതിനുവേണ്ടി അതിന് സന്നദ്ധമായിട്ട് പ്രവർത്തിക്കാൻ കുറച്ച് ആളുകൾ തയ്യാറാവുകയും അതിനോട് ബന്ധപ്പെട്ട് ഈ സദാചാര മൂല്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനം ഒരു അജണ്ടയായി അതിൽ വരികയും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ് 2010 ഫെബ്രുവരിയിൽ ദുബായ് ആസ്ഥാനമായിട്ട് തിരൂർ കോരങ്ങത്ത് മജ്ലിസ് അന്ന് രൂപീകൃതമായത്. അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ 5 മീറ്റിംഗ് 2 മാസം 1 മാസമൊക്കെ ഗ്യാപ്പിൽ 2 മാസം വിളിച്ചിട്ട് ആണ് 5ാമത്തെ മീറ്റിങ്ങിൽ, അതായത് 2010 ജൂലൈയിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും തിരൂർ കോരങ്ങത്ത് മജ്ലിസ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു കാലത്ത് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചിരുന്നത് ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള യുവാക്കളായിരുന്നു. ഇപ്പോൾ നാട്ടുകാരായ നമ്മൾക്ക് ദിവസവും ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റൂല. ഇപ്പോൾ ചോദിക്കുന്നത് സ്കൂൾ +2 ഏജിലുള്ള കുട്ടികളാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചിറങ്ങുന്നത്. ഇത് തിരിച്ചറിയാൻ നമ്മളെപ്പോലുള്ള 1 വർഷം 6 മാസം അല്ലെങ്കിൽ 2 വർഷം ഗ്യാപ്പിൽ തിരൂരിലേക്ക് ഒരു അതിഥിയെപ്പോലെ വന്നിറങ്ങുമ്പോൾ നമ്മളാണിത് തിരിച്ചറിയുന്നത്. ദിവസം കാണുന്നവർ അത് ഒരു ആസ് യൂഷ്വൽ പ്രോഗ്രാമായിട്ട് അതങ്ങനെ പോകും. ഈ അവസ്ഥയിൽ നിന്ന് വളരെ വേദനാജനകമായിട്ട് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം, ഈ മൂല്യച്യുതിക്കെതിരായിട്ട് അതിനു പുറമെ നമ്മളൊക്കെ ഇപ്പോൾ വളരെ ആവേശകരമായിട്ട് യൂസ് ചെയ്യുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ബാധിച്ച സാങ്കേതിക മികവിൻ്റെ ഉപയോഗം, അത് ദുരുപയോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഉപയോഗമാണ്. പക്ഷേ അതിൻ്റെ ദുരുപയോഗം മൂലം ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള മൂല്യച്യുതികൾ, ഇതിനെതിരെ ബോധവൽക്കരണം നടത്താനായിട്ടാണ് ഇപ്പോൾ 2 ദിവസങ്ങളായിട്ടുള്ള ശില്പശാല, മെയിനായിട്ട് കുട്ടികളെയും യുവാക്കളെയും ഉദ്ദേശിച്ചുകൊണ്ടിട്ടുള്ള ഈ സംഘടന. ഇത് ഈ സംഘടനയുടെ ഒരു ലക്ഷ്യമാണ്. അതിനു പുറമെ ഈ TKM കമ്മിറ്റി ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വെൽഫെയർ ഫണ്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ അതിനിപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു 3-3.5 ലക്ഷത്തോളം രൂപ ഇവിടെ പാവപ്പെട്ട വളരെ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ഫാമിലിക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3.5 ലക്ഷം രൂപയോളം ഈ കമ്മിറ്റി സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ള അപകടം, മാരകമായ ഗുരുതരമായ രോഗങ്ങളാൽ സംഭവിച്ചിട്ടുള്ള അവർക്ക് നമ്മൾ കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കമ്മിറ്റിയുടെ ഓരോ ലക്ഷ്യങ്ങളാണ്. ഇതിനു പുറമെ വലിയ ലക്ഷ്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അടുത്ത വർഷം തിരൂർ കോരങ്ങത്ത് മഹല്ലി കമ്മിറ്റി ലക്ഷ്യമിടുന്ന ഒരു വലിയ കാര്യം, മഹല്ല് കമ്മിറ്റിയിലുള്ള ദുബായിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവർ ചെയ്യുന്ന സക്കാത്ത് സംഘടിതമായിട്ട് സ്വരൂപിക്കാനും അത് സംഘടിതമായിട്ട് മഹല്ല് കമ്മിറ്റി മുഖാന്തരം വിതരണം ചെയ്യാനുള്ള ഒരു വലിയ ബാധ്യത, അതിനെപ്പറ്റി ഇപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത റംസാൻ മുഖാന്തരം നമ്മൾ പ്രാവർത്തികമാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതാണ് തിരൂർ കോരങ്ങത്ത് മഹല്ല് കമ്മിറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം. കോരങ്ങത്ത് മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനം ചരിത്രം പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത, തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു പേരാണ് ഡോക്ടർ നാസർ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ദുബായിൽ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. അവർക്ക് അത് പടച്ചവർ അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. കാരണം 30 ആളുകളെ നിങ്ങളത് തീർച്ചയായിട്ടും ഇവിടുത്തെ കോരങ്ങത്ത് മഹല്ലിലുള്ള അല്ലെങ്കിൽ തിരൂരിലുള്ള തിരിച്ചറിയപ്പെടേണ്ട ഒരാളാണ് അവർ. 30 ആളുകളെ വളരെ അതിൻ്റെ ആ ഒരു കോഴ്സാണ്, 6 മാസത്തെ കോഴ്സാണ്. തീർത്തും 100% സൗജന്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സിൻ്റെ അതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് കഴിവില്ലാവാൻ പാടില്ല എന്ന് മാത്രമുള്ളതാണ്. സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് അതിൽ അഡ്മിഷൻ കിട്ടൂല. 10ാം ക്ലാസ് വരെയോ അതിന് താഴെയോ പഠിക്കാൻ കഴിയാതെ പോയ ആളുകൾക്ക് അവിടെ ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന യുവാക്കളെ അവിടെ റേഡിയോ, മറ്റു മീഡിയകൾ, അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ SMS എല്ലാം അയച്ചിട്ട് അവരെ വിവരം അറിയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന 100-150 അപേക്ഷകളിൽ നിന്ന് ഡോക്ടർ മാത്രം ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് 30 ആൾക്കാരെ എല്ലാവരും അവരവരുടെ ബന്ധപ്പെട്ട ആളുകളോട്, ഇതിന്റെ ദുബായിലുള്ള നമ്മുടെ ബന്ധപ്പെട്ട ആളുകളോട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ സജീവമാകാനും ഇതിന്റെ പ്രവർത്തനം വിപുലമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു പോരണമെന്നും ഒരു അപേക്ഷയോടുകൂടി ഈ TKM-ന്റെ ഈ വിശദീകരണം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.